സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്തയാണ്. നമ്മുടെ മനോരമ ന്യൂസ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വാർത്തയാണ്. അതായത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: അവസാനിച്ചു എന്ന് വിധി എഴുതിയവർ ഓർത്തില്ല അയാൾ ആരാണെന്ന്. 2025 മലയാളം സിനിമയിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വീഡിയോ തുടങ്ങുന്നത്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞതാണ്, ഒരു പനി വന്നിട്ട് ശബ്ദം ഒട്ടും കിട്ടാത്ത രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ശബ്ദം ഏകദേശമൊക്കെ മറ്റാരെങ്കിലുമൊക്കെ ആയിട്ട് സാമ്യം തോന്നുന്ന രീതിയിലേക്ക് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ പരിഗണിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വേറെ ആരെയും പറ്റിയല്ല, മമ്മൂക്കയെ പറ്റിയാണ്. നമുക്കറിയാം മമ്മൂക്ക ഇനി തിരികെ വരില്ല, മമ്മൂക്കയുടെ യുഗം അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകളാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ സിനിമയിലുള്ള പല ആളുകളും ഒക്കെ കളിച്ചത്, അല്ല സംസാരിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് മമ്മൂക്ക നീണ്ട 8 മാസത്തോളം അദ്ദേഹം ആശുപത്രി വാസത്തിലേക്ക് പോകുന്നു. അതിനുശേഷം സെപ്റ്റംബർ 7 അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ദിവസം അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ്, അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാനായിട്ട് ഞാൻ തിരികെ വരുന്നു എന്ന് പറയുന്നു. ആ തിരികെ വരവ് അല്ലെ ആ തിരിച്ചുവരവ് അത് വെറുതെ അങ്ങ് വന്നാൽ പോരാ എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ആയിരിക്കണം ആ തിരിച്ചുവരവിനെ ഗംഭീരമാക്കുന്ന രീതിയിൽ മമ്മൂക്കയ്ക്ക് ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് കിട്ടുന്നു. അതിനുശേഷം മമ്മൂക്കയുടെ തിരിച്ചുവരവ് ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയുടെ റിലീസ് പ്രഖ്യാപിക്കുന്നു. കളങ്കാവൽ സിനിമ റിലീസ് വന്ന സമയത്ത് ആ സിനിമ എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മമ്മൂക്ക എന്ന് പറയുന്ന ഒരു കഥാപാത്രം അതുവരെ നമ്മൾ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിലേക്ക് ഒരു കഥാപാത്രം വരുന്നു. ആ കഥാപാത്രം എന്താണെന്ന് അറിയാനായിട്ടും മമ്മൂക്കയുടെ തിരിച്ചുവരവ് എങ്ങനെയാണെന്ന് അറിയാനായിട്ടും ഒരു കൂട്ടം ആളുകൾ തിയേറ്ററുകളിലേക്ക് ഇരച്ചെത്തുന്നു. അങ്ങനെ എത്തിയ ആളുകൾക്കെല്ലാം കിട്ടിയത് ഒരു മികച്ച ഒരു ദൃശ്യാനുഭവം അല്ലെ ഒരു കാഴ്ച അനുഭവം തന്നെയായിരുന്നു. മമ്മൂക്കയുടെ ഒരു ഏറ്റവും വലിയ തിരിച്ചുവരവ്, ആ തിരിച്ചുവരവിനെ മമ്മൂക്ക ആഹ്ലാദകരമാക്കിയത്, അല്ലെ ആ തിരിച്ചുവരവിനെ വലിയ രീതിയിൽ ഒരു സന്തോഷകരമാകുന്ന രീതിയിൽ, അല്ലെ എല്ലാ ആളുകളെയും ത്രസിപ്പിക്കുന്ന രീതിയിൽ ആക്കാനുണ്ടായ പ്രധാന കാരണം, അല്ലെ ആക്കിയ രീതി, മമ്മൂക്ക എന്ന് പറയുന്നൊരു നടൻ ആ ഒരു സിനിമയിൽ വില്ലനായിട്ടാണ്. തനിക്ക് ചെയ്യേണ്ടിയിരുന്ന, അല്ലെ താൻ ചെയ്യേണ്ടിയിരുന്ന ഒരു റോള് അത് മറ്റൊരാളെ കണ്ടുപിടിക്കുകയും അയാൾക്ക് വേണ്ടിയിട്ട് ഓഫർ ചെയ്യുകയും ചെയ്ത ആ ഒരു റോളിൽ നിന്ന് മാറി നെഗറ്റീവ് റോൾ ചെയ്യുന്നൊരു മമ്മൂട്ടിയെയാണ് നമ്മൾ അവിടെ കണ്ടത്. അങ്ങനെ നമ്മൾ ഒരു സിനിമയിലും, അത് മലയാള സിനിമയിലൊന്നല്ല മറ്റേത് സിനിമയിൽ നോക്കിയാലും, തനിക്ക് കിട്ടുന്ന നായക വേഷം വിട്ടുകൊണ്ട് മറ്റൊരു വേഷം, അതായത് നെഗറ്റീവ് വേഷം ചെയ്യാനായിട്ട് തയ്യാറാകാത്ത ആളുകളാണ് എല്ലാവരും. നമ്മളാണെങ്കിൽ പോലും അങ്ങനെയല്ലേ? നമ്മളിപ്പം നമുക്ക് കിട്ടുന്നൊരു നല്ല വേഷം, അത് നമ്മൾ നല്ലൊരു രീതിയിൽ തിളങ്ങി നിൽക്കുന്നൊരു നടനാണെന്ന് വിചാരിച്ചോ. അങ്ങനെ ഇരിക്കെ നമ്മൾ ഈ ഒരു അടുത്തിടെയായിട്ട് നമ്മൾ ചെയ്തെല്ലാം അടിപൊളി വേഷങ്ങളാണ്, നായക വേഷം അല്ലെ നായകനെ മുകളിലുള്ള വേഷങ്ങളാണ്. അങ്ങനെ ഇരിക്കെ തികച്ചും നെഗറ്റീവായിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യാൻ നമ്മൾ തയ്യാറെടുക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. അത് ഏത് നടന്മാരെ വെച്ച് നോക്കിയാലും ഒരാളും തയ്യാറാവത്തില്ല. പക്ഷേ അവിടെയും മമ്മൂക്ക തയ്യാറായി. മമ്മൂക്ക ചെയ്തത് ഒരു നെഗറ്റീവ് റോളാണ്. ആ സിനിമയെപ്പറ്റി ഇനി പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നെഗറ്റീവ് റോൾ എന്താണെന്ന് നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ആ സിനിമ വൻ വിജയമാക്കിയ ഒരു മമ്മൂട്ടിയെ തന്നെയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു തിരിച്ചുവരവ് ഗംഭീരമാക്കിയെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് എന്താണ് മനോരമ ന്യൂസിൽ വന്നിരിക്കുന്നതെന്ന് കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് പോകാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതിലേക്ക് തിരികെ എത്തുന്നു. ഈ വാക്കുകൾ നമുക്ക് തന്ന ആശ്വാസവും ആനന്ദവും ചെറുതല്ല. അത്രമേൽ ആ തിരിച്ചുവരവ് നാം ആഗ്രഹിച്ചിരുന്നു. അത്രമേൽ ആ അഭാവം നാം അറിഞ്ഞു. ഒടുവിൽ സെപ്റ്റംബർ 7 പിറന്നാൾ ദിനത്തിൽ കാത്തിരുന്ന വാർത്തയെത്തി: മമ്മൂട്ടി തിരിച്ചു വരുന്നു. എന്നാൽ ആ തിരിച്ചുവരവ് അങ്ങനെ ചെറുതാക്കാമോ? ഒരു പഞ്ച് വേണ്ടേ? ഒടുവിൽ ആ പ്രഖ്യാപനവും വന്നു. മികച്ച നടൻ, മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി. പ്രിയപ്പെട്ട മമ്മൂക്ക, തിരിച്ചുവരവിൽ കിട്ടിയതാകട്ടെ ഒരു കലക്കൻ വില്ലനെയും. 2025 തീരാൻ ഇനിയും ദിവസങ്ങളുണ്ട്. കണ്ടില്ലേ, ഇവര് തിരനോട്ടമാണ് നടത്തുന്നത്. ആ തിരനോട്ടം നടത്തുമ്പോഴും നമുക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മഹാനടന്റെ ആ ഒരു അഭിനയ വൈഭവം അല്ലെങ്കിൽ അഭിനയത്തിനോടുള്ള അഭിനിവേശം അത് ഏത് രീതിയിൽ പോകുന്നു എന്ന് മനസ്സിലാവും. ആ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രത്തിനെ മാത്രം നോക്കിയാൽ മതി. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നാളിതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കഥാപാത്രമാണ് മമ്മൂട്ടിയുടേത്. ഈ സിനിമയ്ക്ക് മറ്റുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മമ്മൂക്ക ഒരു നെഗറ്റീവ് റോളാണ് ചെയ്തിരിക്കുന്നതെങ്കിലും ആ സിനിമയിലുള്ള ഓരോ സീൻസും അല്ലെ ആ സിനിമയിലെ ഓരോ കാര്യങ്ങളും നമ്മളെപ്പോഴും ഓർത്തിരിക്കും. അതിലെ മമ്മൂക്കയെ നമ്മളെപ്പോഴും ഓർത്തിരിക്കും. മമ്മൂക്കയുടെ ആ ഒരു സിനിമയിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റില്ല് എപ്പോഴെങ്കിലും ഏതെങ്കിലും കാലത്ത് കണ്ടു കഴിഞ്ഞാലും നമ്മൾ എടുത്തു പറയും,
ഇത് കളങ്കാവൽ സിനിമയിലെ സ്റ്റില്ലാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് മമ്മൂക്ക കഥാപാത്രത്തിനെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ബബ്ബബ ഇറങ്ങി തൂക്കിയടിക്കുന്നു. ഏതൊക്കെ സിനിമ ഇറങ്ങിയാലും മമ്മൂക്ക ഇരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും. ബബ്ബബ സിനിമയിൽ ദിലീപും മോഹൻലാലും ഒക്കെ ചേട്ടൻ അനിയന്മാരെ പോലെ തന്നെയാണ് അഭിനയിച്ചതെന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ ആ പടം കണ്ടില്ല, എനിക്കും കാണണം. അങ്ങനെ ഉള്ളപ്പോഴും മമ്മൂക്ക എന്ന് പറഞ്ഞൊരു നടൻ, ആ ഒരു നടൻ ഇരിക്കുന്ന അല്ലെ ആ നടൻ ചെയ്തു വെച്ചിരിക്കുന്ന സിനിമയ്ക്ക് എന്തെങ്കിലും കോട്ടം സംഭവിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. മമ്മൂക്കയുടെ സിനിമ ഒരു സൈഡിൽ കൂടി ഇപ്പോഴും ഹൗസ്ഫുള്ളായിട്ട് തിയേറ്റർ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സൈഡിൽ കൂടി ബബ്ബബായും തൂക്കി അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏട്ടൻ വന്നാലും അനിയൻ വന്നാലും മമ്മൂക്ക എന്ന് പറയുന്ന ഒരു വലിയേട്ടൻ അദ്ദേഹം അവിടെ തന്നെ ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ തട്ട് എന്നും താണ് തന്നെ ഇരിക്കുമെന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഇത്തവണയും പറയുന്നത്. അദ്ദേഹം ഇരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും. കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയെ വെച്ചുകൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വെച്ചുകൊണ്ടാണ്. ആ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഉള്ളിലുള്ള സിനിമയോടുള്ള ഒരിക്കലും അടങ്ങാത്ത അഭിനിവേശത്തെ വെച്ചുകൊണ്ടാണ്. ആ അഭിനിവേശമുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം 74-ാമത്തെ വയസ്സിലും ഇപ്പോഴും ചുറുചുറുക്കോടുകൂടി എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യാൻ പറ്റുന്നൊരു മനുഷ്യനെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഒരുപാട് പറയണമെന്നുണ്ട്, പക്ഷേ എൻ്റെ ആരോഗ്യം, എൻ്റെ തൊണ്ട അനുവദിക്കുന്നില്ല. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഓക്കെ, ബൈ.